അധികം പേരും പിന്നീടത്തേക്ക് മാറ്റിവെക്കുന്ന 2 കാര്യങ്ങളാണ് വാട്ടർ പ്രൂഫിങ്ങും ആൻറ്റി ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ്. അധികം പേരും പറയും, ഇപ്പോൾ വാട്ടർ ലീക്കേജ് ഒന്നും ഇല്ലല്ലോ, നമുക്ക് ലീക്ക് വന്നാൽ അപ്പോൾ ചെയ്യാം. ഇപ്പോൾ ചെതലൊന്നും ഇല്ലല്ലോ പുതിയ വീട്ടിൽ, ഒരു 5-6 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ആൻറ്റി ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്നുള്ളത്. പക്ഷേ ഇത് 2 ട്രീറ്റ്മെൻറ്റും നമുക്ക് എഫക്റ്റീവായി ചെയ്യാൻ പറ്റുന്നത് നിർമ്മാണ ഘട്ടത്തിൽ മാത്രമായിരിക്കും. അതായത് ആൻറ്റി ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെതൽ വരുന്നത് മണ്ണിൽ നിന്നാണ്. അപ്പോൾ ആ മണ്ണിലേക്കായിരിക്കണം നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എഫക്റ്റീവായി നമ്മൾ ചെയ്യേണ്ടത്. ഈ വാട്ടർ പ്രൂഫിൻ്റെ കേസിലാണെങ്കിലും സെയിം തന്നെയാണ്. ടൈലിടുന്നതിന് മുമ്പ്, അതായത് പ്ലംബിംഗ് വർക്ക്, പ്ലാസ്റ്ററിംഗ് വർക്ക് കഴിഞ്ഞ ശേഷം ടൈലിടുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ ബാത്റൂം വാട്ടർ പ്രൂഫിംഗ് ചെയ്യേണ്ടത്. ചുറ്റുഭാഗത്തുള്ള മതിലും ഒരു 4 ഫീറ്റ് അല്ലെങ്കിൽ 3 ഫീറ്റ് ഹൈറ്റ് വരെ മതിലും ഫ്ലോറും നന്നായി ചെയ്യണം. കൂടാതെ ഒരു സീപ്പേജ് പൈപ്പും കൂടി പുറത്തേക്ക് ഇറക്കി വെക്കേണ്ടതുണ്ട്. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ ബാത്റൂം ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് വാളിലേക്കെങ്കിലും വാട്ടർ പ്രൂഫിംഗ് ചെയ്തിരിക്കണം. ഫ്ലോറും കൂടി ചെയ്താൽ നല്ലതാണ്. കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ ഒഴിവാക്കാം. പിന്നെ ടെറസ് വാട്ടർ പ്രൂഫിംഗ്, അത്യാവശ്യം ബഡ്ജറ്റുള്ള വീടൊക്കെ ആണെങ്കിൽ ടെറസ് വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം നിങ്ങൾ വീടിനൊരു 10 വർഷം വരെയുള്ള ലൈഫ് സ്ലാബിന് കൂടുതൽ കിട്ടാനാണ് സാധ്യത. വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നത് എന്നുള്ള പ്രൊഫഷണൽ ടീമിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ, ഇപ്പോൾ ആൻറ്റി ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും പ്രൊഫഷണൽ ആയിട്ടുള്ള ടീമിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുകയാണെങ്കിലാണ് നമുക്ക് ഇത്തരം ബെനിഫിറ്റ്സ് ലഭിക്കുക.